കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടെന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് ടി വിയിൽ ഇടത് നിരീക്ഷകനായിട്ട് അല്ലെ CPM-ന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് എത്തിക്കൊണ്ടിരുന്ന ആളാണ് റെജി ലൂക്കോസ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ മീഡിയ വണ്ണാണെങ്കിൽ നിരന്തരം മീഡിയ വണ്ണിൻ്റെ അടക്കം മറ്റ് ചാനലുകളിലും പാനലിസ്റ്റിൽ ഒരാളായിട്ട് അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. ഇന്ന് അദ്ദേഹം BJP-യിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അദ്ദേഹം മെമ്പർഷിപ്പ് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് പറയുകയുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ നിലപാട് അല്ലെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമൊക്കെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഐക്യപ്പെട്ടാണ് ഇത്രയും നാളും അതിനോടൊപ്പം നിന്നിരുന്നത്. എന്നാൽ സമീപകാലങ്ങളായി അല്ലെ കുറച്ച് കാലങ്ങളായിട്ട് CPM സ്വീകരിക്കുന്നത് വർഗീയ വിഭജനത്തിനുള്ള ശ്രമമാണെന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM അല്ലെങ്കിൽ ഇടത് സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല. BJP-യുടെ വികസന മാതൃകയാണ് എന്നെ ആകർഷിച്ചത്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ വികസനം അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നടക്കമുള്ള കുറേ കാര്യങ്ങളും BJP-യിൽ ചേർന്നതിനുള്ള വിശദീകരണം എന്ന രീതിയിൽ അദ്ദേഹം നൽകുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടതുപക്ഷത്തിനായി വാദിക്കുന്നവർക്കൊക്കെ സുപരിചിതനായ ഇദ്ദേഹത്തിൻ്റെ ഈ കൂടുമാറ്റം വലിയ ചർച്ചയാണ് ഇപ്പോൾ. നമ്മൾ അതിലേക്കാണ് ആദ്യം. നിഷാദ്, കഴിഞ്ഞ മീഡിയ വണ്ണിലടക്കം നിഷാദിനേറെ പരിചയമുള്ള ഒരാൾ കൂടിയിട്ടാണ് ചർച്ചയിലിരുന്നിട്ടുള്ള. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം CPM-ന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വാർത്തയിൽ വരുന്നു BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു, ഇനി ഞാൻ ഇന്ന് തൊട്ട് ഇതിന് ശേഷം BJP-ക്ക് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുക എന്ന് പറയുന്നു. ഇന്നലെ വരെ പറഞ്ഞിരുന്നതിനൊക്കെ ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറയുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നു എന്നാണ്. BJP-യിൽ ചേരാൻ പോകുന്ന ഒരാളാണ് ഇത് പറയുന്നതെന്ന് കൂടിയിട്ട് ഓർക്കും. ടു ബി ഫ്രാങ്ക്, ഞാൻ ഭയങ്കരമായി ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എനിക്ക് റെജി ലൂക്കോസിനെ കുറേ കാലമായി അറിയാം. പേഴ്സണലി എനിക്ക് ബന്ധമുള്ള ആളാണ്. നമ്മൾ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ചർച്ചയിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞാനുമായി പല കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്ന ഒരാൾ. ഞാൻ സീറ്റിലിരിക്കുമ്പോഴാണ് TV-യിൽ റെജി ലൂക്കോസ് BJP-യിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. ശരിക്കും ഷോക്ക്ഡായിപ്പോയി. അതൊന്ന് വ്യക്തിപരമായ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. കാരണം ഇന്നലെയും കൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വർത്തമാനം പറയുന്നത്. ഇന്നിപ്പോൾ സികേഷ് പറയുമ്പോൾ ഇത്രയും കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗവും സത്യസന്ധമായി പറയാൻ ഞാൻ കേട്ടില്ല. ഞാൻ TV-യിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കേട്ടുള്ളൂ. അദ്ദേഹം പോകാൻ പറഞ്ഞ കാരണങ്ങൾ, ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങിയിട്ട് BJP-യിൽ പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനും വിശദീകരിക്കുന്ന ന്യായവാദങ്ങൾ എനിക്ക് സത്യത്തിൽ കേൾക്കണമെന്നേ തോന്നിയില്ല. അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് റെജി ലൂക്കോസ് ഇടതുപക്ഷത്തിന് വ്യാപ്തിയും ആഴവും പോരാ, ഇടതുപക്ഷത്തിന് മതനിരപേക്ഷത പോരാ എന്ന് പറഞ്ഞ് BJP-യിലേക്ക് പോയി രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈപിടിച്ച് കുലുക്കി ഷാൾ അണിയുന്ന ഒരാൾ അയാളുടെ വിശദീകരണത്തിൽ എനിക്ക് കേൾക്കാനൊന്നുമില്ല എന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ആസ് ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ കേൾക്കേണ്ടതാണെങ്കിൽ കൂടി എനിക്കതിനകത്ത് പ്രത്യേകമായി പുതുമയുള്ള ഒന്നുമില്ല. എനിക്ക് അതിനകത്ത് ടോം വടക്കൻ പറഞ്ഞതും അല്ലെങ്കിൽ ആൻ്റണിയുടെ മകൻ പറഞ്ഞതും ഏതാണ്ടെല്ലാം സമാനമായ ഒന്നായിരിക്കും. വികസന രാഷ്ട്രീയം എല്ലാവരും പറഞ്ഞ ഒരു കാരണം അതാണ്, വേറെ ഒന്നും പറയാനില്ലല്ലോ. RSS മുന്നോട്ട് വെക്കുന്ന വിഭജന രാഷ്ട്രീയത്തെ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കേരളത്തിൽ നിന്നൊരു പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് വേ ആണ്, വികസനമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്. അപ്പോൾ ഇത് ഞെട്ടലുണ്ടാക്കിയത് എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞു. CPM-ന് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് CPM പറഞ്ഞത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. CPM-നെ സംബന്ധിച്ച് CPM-ഉമായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം തന്നെയും ചർച്ചകൾ പലപ്പോഴായി CPM ആണ് ഞാൻ എന്ന് പറയുകയും എനിക്ക് CPM മെമ്പർഷിപ്പ് ഉണ്ടെന്ന് അദ്ദേഹം പലകുറി എൻ്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഇനി പാർട്ടി മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ടാണോ ജില്ലാ സമ്മേളന പ്രതിനിധിയാണെന്നറിയില്ല. അല്ലാതെയും പുറത്തുനിന്നുള്ള ചില അക്കോമഡേഷൻസ് ഉണ്ടാവില്ല ജില്ലാ സമ്മേളന പ്രതിനിധികൾ, ചില സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ആളുകൾ എന്ന നിലയിൽ. അങ്ങനെയൊക്കെയുള്ള അക്കോമഡേഷൻ ഉണ്ടാവാം. ഇനിയിപ്പോൾ അന്ന് അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയായത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും CPM-ൻ്റെ ഒപ്പം നിൽക്കുകയും CPM ജില്ലാ സമ്മേളനത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പലപ്പോഴും CPM ഹാൻഡിലുകൾ തന്നെ ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അന്ന് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തെ ഇടതു സഹയാത്രി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന എപ്പോഴാണ് CPM. സാധാരണ ഇപ്പോൾ ആളുകൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചർച്ചയിൽ 3 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്: BJP, കോൺഗ്രസ്, CPIM. അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവുകളെ, പ്രതിനിധികളെ അവരയക്കുന്നു. അവരുടെ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സാണ് അയക്കുക. നമുക്ക് ഇന്ന വിഷയം ഇന്ന് രാത്രി ചർച്ച ചെയ്യാനുണ്ട് എന്ന് AKG സെൻറ്ററിനെ അറിയിക്കും നമ്മൾ. ഒപ്പം ഇന്ദിരാഭവനെ അറിയിക്കും, മാരാർജി ഭവനെയും അറിയിക്കും. അവർക്ക് ആ വിഷയത്തിൽ പറ്റിയ ഒരാളെ 8 മണിക്ക് നമുക്ക് അലോട്ട് ചെയ്യും. ചില വിഷയങ്ങൾ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അപ്പോൾ അവർ ആളുകളെ തരില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ആളുകളെ അയക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നറിയിക്കും. പക്ഷേ നമുക്ക് ആ വിഷയത്തിലും സ്കിപ്പ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പാർട്ടിയുടെ അത്രയും എന്താ പറയുന്നത് ഈ നിലയ്ക്കുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ എന്താണ്, പാർട്ടിയുടെ പൂളില്ലാത്ത ആൾക്കാർ എന്നാൽ പാർട്ടിക്കാരായവരോ പാർട്ടി സഹയാത്രിയായ ആൾക്കാരെ വിളിച്ച്, എന്നാൽ CPM-ന് വേണ്ടി സംസാരിക്കുന്നവരെ വെച്ച്, അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, അവർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നവരെ വെച്ച് നമ്മൾ ആ ഭാഗം അവിടെ നികത്തും. അങ്ങനെയാണ് ഇദ്ദേഹമൊക്കെയും ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാം, പേരൊന്നും ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നോട് ഞാൻ ചർച്ച നടന്നാണെന്ന് എനിക്ക് എന്നോടോ നമ്മുടെ ആയിട്ടുള്ള എൻ്റെ കൊളീഗ്സിനോ ആരുടെങ്കിലും CPM വിളിച്ചിട്ട് റെജി ലൂക്കോസിനെ വിളിക്കാൻ പാടില്ല,
ഞങ്ങളുടെ കാര്യം പറയാൻ റെജി ലൂക്കോസിനെ വിളിക്കരുത്. നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുവേദിയിൽ എപ്പോഴെങ്കിലും CPM പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് കാണാം. CPM ഒരിക്കലും തള്ളിക്കടന്നിട്ടില്ല പറഞ്ഞില്ല. അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിലും സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് CPM അദ്ദേഹത്തെ തള്ളിക്കളയുന്നതിന്, മെമ്പർഷിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നത് എന്തുമാത്രം യുക്തിസഹമാണെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ വശം. CPM ഞെട്ടില്ല എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു വെറുതെ പറയാമെന്ന്. രണ്ടാമത് എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പോൾ റെജി ലൂക്കോസ് പോയല്ലോ. റെജി ലൂക്കോസ് പോകുകയെന്ന് വെച്ചാൽ റെജി ലൂക്കോസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടൊരു ഹൃദയബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു ആഴവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി അദ്ദേഹത്തെ നമ്മൾ CPM കാരൻ പോയല്ലോ എന്നുള്ള വേദന ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ CPM ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേറെ എന്തൊക്കെയോ കാരണങ്ങളാൽ CPM വേണ്ടി വർത്തമാനം പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ CPM ആലോചിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ സംഗതിയുണ്ട്. ഈ നാട്ടിൽ CPM കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? CPM കാരാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസായി നടക്കുകയും നിങ്ങളുടെ ആളുകൾ വാഴ്ത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആരാണ്? അവരെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായത്? അവരെന്നാണ് LDFൻ്റെ ഭാഗമായത്? എന്നാണ് ഈ കൂടാരത്തിൽ അവർ വന്നു കയറിയത്? ആലോചിക്കേണ്ട കാര്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ടേമിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഒരു ഭരണകൂട രൂപം ഉണ്ടായതിനു ശേഷം എന്നാൽ LDFനെയും CPMനെയും പിന്തുണച്ചേക്കാമെന്ന് വന്ന് കയറിയ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും? എത്ര പേർ? ഇതിനു മുമ്പ് ആ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ആളുകൾ, ആ രാഷ്ട്രീയത്തിന് നിത്യവിമർശകരായിരുന്ന ആളുകൾ, അപ്പുറത്തെ രാഷ്ട്രീയത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ ഇന്ന് CPM ആഘോഷിക്കപ്പെടുകയാണ്. നോക്കൂ, ശ്രീകേഷ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് CPMൻ്റെ ആളാകണമെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവാചകനാകണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വന്ന് പിണറായി വിജയനും സർക്കാരിനെയും പുകഴ്ത്തി 3 പോസ്റ്റ് ഇട്ടാൽ മതി. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ജാഗ്രതയും ഇല്ലാതെ നിങ്ങളെ ആര് വന്ന് ആഘോഷിക്കും? ഈ CPMൻ്റെ സൈബർ സ്പേസ് ആഘോഷിക്കും. പിന്നെ നിങ്ങളെ പിന്നെ 64 കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ എന്ന മട്ടിലാണ് അവർ കാണുക. അങ്ങനെ ആകാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘമായി ഈ സൈബർ ലെഫ്റ്റ് സ്പേസ് മാറിയിട്ടുണ്ട്. എത്ര പേരെ നമുക്കറിയാൻ പറ്റും? അങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നവരെ പോലും അറിയാം. അപ്പോൾ ഞാൻ CPM ആണെന്ന് പറഞ്ഞ് CPMന് വേണ്ടി വർത്തമാനം പറയുക, CPMന് വേണ്ടി വർത്തമാനം പറയുമ്പോൾ CPMൻ്റെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്ത് വർത്തമാനം പറയുക. അവർക്ക് ലെഫ്റ്റ് പൊളിറ്റിക്സ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതിനുള്ള ആഴം അവർക്കില്ല. ഇടതുപക്ഷം എന്താണെന്നും ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം എന്താണെന്നും അത് നിലകൊള്ളുന്നത് ഏത് സാമൂഹ്യ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടിയാണെന്നും പറയാൻ അവർക്കറിയില്ല. അവർ പിണറായി വിജയന് വേണ്ടി സംസാരിക്കും, അവർ വീണ വിജയന് വേണ്ടി സംസാരിക്കും, അവർ ഏതെങ്കിലും മന്ത്രിമാർക്ക് വേണ്ടി സംസാരിക്കും. ലെഫ്റ്റിൻ്റെ സർക്കാരിനെ സംരക്ഷിക്കുന്ന വർത്താനം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവർ കൊടിയ പകയോടുകൂടി ലെഫ്റ്റ് ഇപ്പോൾ ശത്രുക്കളാക്കിയിരിക്കുന്ന ആളുകളെ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫൈനലി അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയം അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കടത്തിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതാവാം, സാമ്പത്തിക താല്പര്യത്തിൻ്റെതാവാം, മറ്റു തരത്തിലുള്ള സ്വാർത്ഥമായ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുടേതാവാം. അത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുന്നതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ പറയുന്ന റെജി ലൂക്കോസ്. റെജി ലൂക്കോസിന് ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് അദ്ദേഹം TV യിലും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ലെഫ്റ്റാണ്. അതിൻ്റെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ അദ്ദേഹം എവിടെയൊക്കെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പോകേണ്ടായ കാരണം ഏതൊക്കെ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പോയെന്നറിയില്ല. പക്ഷേ ഈ നിൽക്കുകയും നിങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ ഇടയ്ക്ക് ലെഫ്റ്റാണോ? അവർക്കൊക്കെ ലെഫ്റ്റിൻ്റെ അടിസ്ഥാന താല്പര്യങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ആലോചിക്കാനും, അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെയെല്ലാം കൊണ്ടാടാനല്ല CPMൻ്റെ പണി എന്ന് അണികളെയും കൂടെ നിൽക്കുന്നവരെയും പഠിപ്പിക്കാൻ പാർട്ടിക്ക് പറ്റണം. പാർട്ടിക്ക് തന്നെയും പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളത് പാർട്ടിയുടെ തന്നെയും പ്രധാനപ്പെട്ട പരിപാടി സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യലാണ്. അല്ലാതെ ഇടതുപക്ഷ കേരള ബദൽ എന്ന് പറയുന്ന സംഗതി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരികമായ പ്രവർത്തനമുണ്ടല്ലോ, നിതാന്ത ജാഗ്രതയോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. ദ്രവീഡിയൻ പൊളിറ്റിക്സിനേക്ക് നടത്തുന്ന ഇൻഫിൽട്രേഷനെ തടയാൻ എപ്പോഴും നിതാന്ത ജാഗ്രതയോടെ DMK പ്രവർത്തിക്കുന്നുണ്ട്. കാരണം DMKക്ക് അറിയാം അതിനകത്തേക്ക് ഹിന്ദുത്വ കയറിയാൽ പിന്നെ തമിഴ്നാടില്ല. തമിഴ്നാട് അത്രയും ഭക്തി മുഖരിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള നാടാണ്. അവിടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം വന്ന് കയറിയാൽ പിന്നെ DMK എന്ന് പറയുന്ന ആശയമില്ല. അതുകൊണ്ട് അതിനകത്തേക്ക് ഈ സാംസ്കാരിക അധിനിവേശം തടയാൻ അവരെപ്പോഴും വിജിലൻ്റാണ്. നമ്മുടെ കോമ്രേഡ്സ് അതിനെക്കുറിച്ചല്ല അവരുടെ വിജിലൻസ് മുഖ്യമന്ത്രിക്കും മകൾക്കും പരിക്കുവല്ലം പറ്റുന്നുണ്ടോ എന്നത് മാത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ എക്സിലും ഒക്കെ പ്രതിഫലിക്കും. അപ്പോൾ ആർക്കും വന്ന് കമ്മ്യൂണിസ്റ്റുകാരാകാം, ആർക്കും വന്ന് ലെഫ്റ്റ് ആവാം. ഏത് വലതുപക്ഷക്കാരനും 2 വൈറൽ പീസുകളോടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവാചകന്മാരായി ആഘോഷിക്കപ്പെടാം. അതിപ്പോൾ ആർക്കും, ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറഞ്ഞില്ല, ഒരുപാട് പേര് നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചെത്തും ഇത് പറയുമ്പോൾ. 4-3 വൈറൽ കട്ടുകളിലൂടെയും ഡയലോഗുകളിലൂടെയും നിങ്ങൾക്ക് ആരുമായി മാറാം. അങ്ങനെയല്ല, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ തൂണിൽ പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരെ നമ്പാൻ പാടുള്ളൂ. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരെ ഉണ്ടാക്കാൻ ഇടതുപക്ഷം സംസാരിക്കേണ്ടത് വളരെ കരുത്തുള്ള ഭാഷയാണ്. ഞാൻ റെജി ലൂക്കോസിനെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതിന് നമ്മൾ മെനക്കെട്ടിട്ടും കാര്യമില്ല. റെജി ലൂക്കോസ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്
എന്നിപ്പോൾ അദ്ദേഹം അപ്പുറത്ത് പോയി പറഞ്ഞു. വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. അദ്ദേഹം വികസന രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നു. രാജീവ് ചന്ദ്രശേഖരനാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഏറ്റവും വലിയ കള്ളൻ? നിങ്ങളുടെ അഭിപ്രായം പറയുന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഇട്ട ഒരു പോസ്റ്റ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഈ കാവി ഷാള് അണിയുന്നത്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വഷളൻ രാജിവെച്ച് പോകാതെ തൃശ്ശൂർ നന്നാവില്ല എന്നാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ എന്നോട് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപിയുടെ കൂടെ ഇരിക്കേണ്ടി വരുള്ളൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇൻറ്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. CPM ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന ആളുകൾ, സഖാവേ എന്ന് പറഞ്ഞ് തോളയിൽ കൈയിടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ആ പാർട്ടിക്ക് പറ്റിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ പറയും. സാർ, ഈ റെജി ലൂക്കോസിൻ്റെ കാര്യത്തിലൊരു തർക്കം നടക്കുന്നുണ്ട്. റെജി ലൂക്കോസ് പറയുന്ന 7 വർഷമായിട്ട് ഞാൻ പാർട്ടി അംഗമാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ കമ്മിറ്റി മന്ത്രി രാജീവ്, ശിവൻകുട്ടി എന്നിവരടക്കം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഇദ്ദേഹം അംഗമായിരുന്നില്ല. CPM പ്രതിനിധി എന്ന് ചാനൽ ചർച്ചയിൽ ഉപയോഗിക്കരുത്, അത്തരത്തിൽ വിലക്കിയിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന ചാനലുകാർ തന്നെ പറയുന്നതായിരിക്കും എന്നുകൂടിയിട്ട് കോട്ടയം ജില്ലാ കമ്മിറ്റിയിലെ ബാക്കിയുള്ള CPM കേന്ദ്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വാർത്തയോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, കൊല്ലത്ത് നിന്ന് പങ്കെടുത്തുകൊണ്ടിരുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു ഇടതുപക്ഷ പ്രതിനിധിയുണ്ട്, ഹസ്കറിനെ ഇത് കണക്ക് CPM ശാസിച്ചതായിട്ടുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഹസ്കറിൻ്റെ പ്രതികരണം അതോടൊപ്പം വന്നിട്ടുണ്ട്. ആ ശാസന പിണറായിനെയും വെള്ളാപ്പള്ളിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ കൂടിയിട്ടാണ്. CPM ഇത്തരക്കാരെ തിരിച്ചറിയാൻ വൈകുന്നുണ്ടോ? പാർട്ടിയിൽ നേതാക്കളെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി കൊണ്ടുനടക്കുന്ന സമുദായ നേതാക്കളെ വിമർശിക്കുന്നവരെ ശാസിക്കുകയും റെജി ലൂക്കോസിനെ പോലുള്ളവരെ തിരിച്ചറിയാനും വൈകുന്ന ഒരു CPM ഇല്ലേ? അതിനെങ്ങനെ കാണും? സികേഷ്, ഇപ്പോൾ BN ഹസ്കറുടെ ഈ എക്സാമ്പിൾ ഞാനും ഓർക്കുകയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ. സത്യത്തിൽ ഹസ്കറാണ് CPM വർഗീയ വിഭജനമുണ്ടാക്കുന്ന നിലയിൽ നിലപാടെടുക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ച് ഞാൻ അപ്രസ്ഥാനത്തോട് വിട പറയുകയാണ്. ഞാൻ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റൊരു മതനിരപേക്ഷ പാർട്ടിയിലോ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു അക്കാര്യം നമുക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ നമുക്കൊരു അക്കാര്യത്തിലൊരു യുക്തിയുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് വളരെ സുവ്യക്തമായി പറഞ്ഞ ഒരാളാണ്. അതേസമയം ഇന്നലെ വരെ വന്ന് ചാനൽ ചർച്ചകളിലിരുന്ന് CPMൻ്റെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രസ്താവനകളെയും ന്യായീകരിക്കും, അതും ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെയുള്ള വാക്കുകളിലൂടെ ന്യായീകരിക്കുകയൊക്കെ ചെയ്ത ഒരാൾ ഇന്ന് വന്നിട്ട് പറയുന്ന കാര്യമെന്ന് ചിന്തിക്കൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതാണ്, വർഗീയ വിഭജനമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രീണിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ BJPയിൽ ചേരുന്നു. എനിക്കിത് കേട്ടിട്ട് ചിരിയല്ല. അത് മാത്രമല്ല, അദ്ദേഹത്തോട് ഒരു ജേർണലിസ്റ്റ് സംസാരിക്കുന്ന ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു വന്നിട്ട് അദ്ദേഹം 2 ഭാഗത്തും പറയാൻ ശ്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും എന്ന് പറഞ്ഞ് നിർത്തുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ അദ്ദേഹം വളഞ്ഞ വഴിയിൽ ഏതൊക്കെയോ കൂടി അതിനെ പണ്ട് അതിനോട് യോജിക്കുകയും ഇപ്പം അതിനെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ വഷളായി അവസാനിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടു. അത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്, പൊള്ളയാണ്, ബേസിക്കലി പൊള്ളയാണ്. നമ്മളതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ പൊള്ളയായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് ചെവികളില്ല, അല്ലെങ്കിൽ നമ്മുടെ സമയമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ പൊള്ളയായ ആളുകൾ പറയുന്നതാണ് നിഷാദ് പറഞ്ഞ പോലെ നമ്മുടെ സഖാക്കളൊക്കെ ഇഷ്ടം പോലെ ഷെയർ ചെയ്തത്. ഇയാൾ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്? ഇയാൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് CPMനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് CPM എന്നൊരു പാർട്ടിയുടെ വക്താവായിട്ട് അയാൾക്ക് ചാനൽ ചർച്ചയിൽ ഇരിക്കാമെങ്കിൽ അയാൾ എന്ത് പറഞ്ഞാലും വേദവാക്യമാണ്. പിന്നെ അതാണ് നമ്മുടെ കോംറേഡ്സ് വിചാരിക്കുന്നത്. അത് സാധാരണ മനുഷ്യന്മാരാണ് കേട്ടോ, അവർ പാവങ്ങളാണ്, അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ അറിയില്ല. അവർ വിചാരിക്കുന്ന ഇവരൊക്കെ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ എത്ര പോസ്റ്റുകളാണ് ഈ മനുഷ്യൻ്റെ ഷെയർ ചെയ്യപ്പെട്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഈ പൊള്ളയായ ഒരു എന്താ പറയുക, തീർത്തും പൊള്ളയായ ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ വാക്യങ്ങളായിട്ട് നമുക്ക് കാണേണ്ടി വന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ ഒരാൾക്ക് നാണക്കേട് കൊണ്ട്, CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നാണക്കേട് കൊണ്ട് തല താഴേണ്ടതാണ് ഞാൻ പറയും. അത്രയ്ക്ക്, കാരണം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ ഒരു റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു നിസ്സാരനായ ഒരു മനുഷ്യൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയോ അയാളുടെ ഇൻറ്റഗ്രിറ്റിയോ ഇല്ലായ്മയാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, എന്തൊരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM.
ഒരാളെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതും അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതും അംഗത്വം കൊടുക്കുന്നതിനും ഇത്രയും കണിശമായ സ്ക്രീനിംഗ് ഉള്ള വേറൊരു പാർട്ടിയുണ്ടോ? അയാളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എത്ര, അതിനുവേണ്ടി കൊടുക്കുന്ന അതിൻ്റെ മാർഗങ്ങൾ എത്ര, പാർട്ടി ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി. അങ്ങനെ ഒരാളെയാണ് പാർട്ടി അംഗമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഒരു കാലത്ത് സികേഷ് പിന്നെ EMS എടുത്തൊരു നിലപാടുണ്ട്. EMS പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അതായത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നമുക്ക് മതാധിഷ്ഠിതമായ പാർട്ടികളോട് നമുക്ക് നമ്മൾ അവരെ വിമർശിക്കുകയും അവരുടെ രാഷ്ട്രീയത്തെ നമുക്ക് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ നിലയ്ക്കുള്ള ഒരു പാർട്ടിയുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകാൻ പാടില്ല. അഖിലേന്ത്യാ ലീഗിനെ മാറ്റി നിർത്താൻ വേണ്ടി പറയാണ്. മറിച്ച് വർഗ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർഗ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്ന ഗ്രൂപ്പുകളുമായും പ്രസ്ഥാനങ്ങളുമായും പാർട്ടികളുമായും മാത്രമേ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊരു ഘട്ടത്തിൽ പറയുകയാണ്, 87 മുമ്പുള്ള ആ നിർണായകമായ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഈ പാർട്ടിയുടെ വർഗസമരം എന്ന ആശയമായിരിക്കണം ഏറ്റവും പ്രധാനമെന്ന് കണ്ടുകൊണ്ടുള്ള ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിരുന്നു. ആ സൈദ്ധാന്തികമായി അതിനെ നിലനിർത്തുന്ന ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങൾ മാത്രമേ പാർട്ടിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു വിലാസവും വേണ്ട. എന്ത് പശ്ചാത്തലമാണ് അവർക്ക്? അവരുടെ വർഗമോ മറ്റു കാര്യങ്ങളോ മാത്രമല്ല, അവർക്ക് എന്ത് പറയുന്നതിനും ഒരു തരത്തിലുള്ള ഒരു ലൈസൻസും ആവശ്യമില്ല എന്നുള്ള നിലയിലാണ്. അപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ പേര് റെജി ലൂക്കോസ് എന്നായതുകൊണ്ടാണ് എനിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും നൽകാതിരുന്നത്. എന്നെ എനിക്ക് എവിടെയെങ്കിലും പ്രവർത്തിക്കാനോ എൻ്റെ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി എന്നെ വെക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്നാണ്. പാലക്കാട് പെട്ടെന്നൊരു ദിവസം കയറി തൊട്ടടുത്ത ദിവസം പാർട്ടിയിലേക്ക് വന്ന ഒരാളെ അവിടെ വക്താവായി വെച്ചു. എന്നെ ഇത്രയും കാലമായിട്ട് എന്നെ വക്താവായി ലൂക്കോസ് എന്നുള്ള പേരുള്ളതുകൊണ്ടാണ്. ആ വർഗീയത ഇത്രയും കാലം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഇയാൾ ഇടതുപക്ഷത്തിന് മുഖമായി ചാനലുകളിൽ ഇരുന്നത് എന്ന് ഇവർ മനസ്സിലാക്കട്ടെ. ഇത്രയും വർഗീയമായ ഈ CPM-ൽ ഏതെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ അയാളുടെ മതം കണ്ടിട്ട് ഉയർത്താതിരിക്കുകയോ താഴ്ത്തുകയോ ചെയ്യുമോ? എത്രയധികം ക്രിസ്ത്യൻ നേതാക്കളുണ്ട് CPM-ൽ, അല്ലേ? എത്രയധികമുണ്ട്. എന്നിട്ട് ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയാണ് ഈ എന്താ പറയുക, ഈ മണ്ട ശിരോമണി എന്ന് ഞാൻ പറയുകയാണ്. എന്നെ ലൂക്കോസ് എന്നുള്ള പേര് എനിക്കുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് കേൾക്കണം ഇവർ. അത് നിഷാദ് പറഞ്ഞതുപോലെയാണ്. എന്ത് കണ്ടിട്ടാണ് ഇത്തരം ആളുകളെ പാർട്ടിയുടെ മുഖങ്ങളായിട്ട് അവിടെ അപ്പം പറയുന്നു, ഞങ്ങളത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ വക്താവായിട്ട് ഞങ്ങൾ വെച്ചതല്ല. ഈ മനുഷ്യനെയാണല്ലോ കോട്ടയത്തെ ജില്ലാ സമ്മേളനത്തിൽ 2 തവണ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. എന്ത് കപ്പാസിറ്റിയിൽ? സാംസ്കാരിക രംഗത്ത് നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ സംസ്കാരമാണ് ഇയാൾ പ്രചരിപ്പിക്കുന്നത്? ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഇയാൾ ആളുകളുടെ മുഖത്തു ആളുകളോട് പറയുന്ന സംസ്കാരം ആണ് അന്നും ഉണ്ടായിരുന്നത് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അന്ന് തൊട്ട് ഇന്നേ വരെ അയാൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്നിതിങ്ങനെയായിരിക്കുമോ? 2021 ഏരിയ സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം റെജി ലൂക്കോസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഞങ്ങളുടെ ആളെയല്ല. മെമ്പർഷിപ്പ് ഒക്കെ സാങ്കേതിക ഞങ്ങളുടെ ആളായിട്ട് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഇവരെങ്ങനെയാണ് ഞങ്ങളുടെ ആളെയല്ല, ഞങ്ങൾക്കറിയില്ല എന്ന നിലയിൽ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു പൊയ്മുഖങ്ങളാണ്. ഇതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നിവർ ആദ്യം മനസ്സിലാക്കട്ടെ. നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു ഇടതുപക്ഷമുണ്ട്, അല്ലേ? ആ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഒരു മിനിമം ലെവലിലുള്ള ഒരു സംഗതിയെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ബാക്കിയുണ്ടാവട്ടെ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങളും ഇത്തരത്തിലുള്ള ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റാവു പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയുണ്ട്. സകലരെയും തെറി വിളിക്കുക, യാതൊരു തരത്തിലുള്ള ലക്കും ലഗാനുമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക, എന്ത് കണ്ടിട്ട് ഇപ്പോൾ ആരാണ് ഏതാണെന്നൊന്നുമില്ല, ഏതൊരു മനുഷ്യനെയും എങ്ങനെയും അപമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ പോസ്റ്റുകൾ ഇടാനും കമൻറ്റുകൾ ഇടാനും മടിക്കാത്ത ഒരു നിര ന്യായീകരണ തൊഴിലാളികളെന്നോ സൈബർ സേനയെന്നോ
എന്തെങ്കിലുമൊക്കെ വിളിക്കാവുന്ന ആളുകളാണ്. ഇവരൊക്കെയാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പിന്നെ വക്താക്കളായിട്ട് പലയിടത്തും പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതിൽ അത് എത്രമാത്രം അപകടമുണ്ടാക്കുമെന്ന് കണ്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ CPM കൊള്ളാം. അതെ, റെജി ലൂക്കോസിനെ പോലുള്ള ആൾക്കാരെ അകറ്റി നിർത്താൻ CPM ഇനിയെങ്കിലും തയ്യാറാകണം. അതിലൊരു ജാഗ്രത ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ CPM സ്വീകരിച്ചാൽ വളരെ നല്ലതാണെന്ന് മാത്രം പറയാനുള്ളൂ.